ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. ഇനി 2 ദിവസം കൂടി കാത്തിരുന്നാൽ മതിയല്ലോ എന്ന് സേതു പറയുന്നു. അല്ല മോളെ, ഞാൻ അവിടെ എല്ലാം ഒരുക്കി നെല്ലിശ്ശേരിയിൽ കാത്തിരിക്കും, നിങ്ങൾ അങ്ങോട്ടേക്ക് വരില്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ്, എല്ലാം ചടങ്ങ് പോലെ തന്നെ നടന്നാൽ പോരെ. 56 ദിവസം കഴിയുമ്പോൾ മരുമോളെയും പേരക്കുട്ടിയെയും ഞങ്ങൾ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കിയേക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് കാണുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് മാഷ് പറയുന്നു. ഞാൻ എന്നാൽ അനൂപിനെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം, അനൂപിനെ കൂടി കണ്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞ് സേതു അനൂപിൻ്റെ അടുത്തേക്ക് പോകുന്നു. അതേസമയം ധനുഷിന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അനൂപും മീരയും. തുടർന്ന് അർച്ചനയും കൂട്ടിക്കൊണ്ട് സേതു അനൂപിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്താണെങ്കിലും ഞങ്ങൾ കാരണമല്ലേ അനൂപേ നിനക്കും ഇങ്ങനൊരു അവസ്ഥ വന്നത്. അതില് ഞാൻ അനൂപിനോട് മാപ്പ് പറയുകയാണ്. ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല. എന്താണെങ്കിലും എല്ലാവർക്കും ധനുഷിന്റെ സ്വഭാവമെല്ലാം മനസ്സിലായല്ലോ, അത് തന്നെ ധാരാളം. അന്നേ ഞാൻ അവന്റെ കേസിന്റെ കാര്യം ഒക്കെ തന്നെ പറഞ്ഞതല്ലേ, അതും ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണെന്ന് സേതു പറയുന്നു. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, അല്ലെങ്കിലേ ആദ്യം തന്നെ എനിക്കും അർച്ചനയ്ക്കും അവനെ സംശയമുണ്ടായിരുന്നതാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാ ഞങ്ങൾ പറയാതിരുന്നത്. എന്താണെങ്കിലും എൻ്റെ അർച്ചന മോള് വന്നേ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ പല അപകടത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്ര വലുതായിട്ടും തിരിച്ചറിവെന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്നും സേതു പറയുമ്പോൾ അർച്ചനയെ സന്തോഷത്തോടെ നോക്കുകയാണ് മീര. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവും അർച്ചനയും സച്ചിയും കൂടി തിരികെ നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതാണ്. അവരെ കണ്ടയുടൻ തന്നെ ആതിരയുടെ വിശേഷം ചോദിച്ചുകൊണ്ട് ചെല്ലുകയാണ് അവന്തിക. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഡെലിവറി ഉണ്ടാകുമെന്നാ ഡോക്ടർ പറഞ്ഞത്. നീ എന്താ അവളെ കാണാൻ ചെല്ലാഞ്ഞത്? അത് പിന്നെ അച്ഛാ, എനിക്ക് അബോഷനായേ പിന്നെ ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഞാൻ പരമാവധി ഒഴിവാക്കുകയാ പതിവ്. പിന്നെ അച്ഛന് നാളെ ചെക്കപ്പ് ഉണ്ട്, അതുകൂടി പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ നിന്നത്. അർച്ചനയ്ക്ക് എന്താണെങ്കിലും ആതിരയുടെ കൂടെ പോകണമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ അച്ഛനെ ചെക്കപ്പിന് കൊണ്ടുപോകാം. അതിനെന്താ, നമുക്ക് പോകാം. അതിനുശേഷം നീ എന്നെ ആതിരയുടെ അടുത്ത് ഡ്രോപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് സേതു അകത്തേക്ക് പോകുന്നു. ഇവിടെ എല്ലാവരും നെല്ലിശ്ശേരിയുടെ അനന്തരാവകാശിയെ കാത്തുള്ള സന്തോഷത്തിലാണല്ലോ. എന്നാലേ എനിക്ക് വളരെ വിഷമമാ തോന്നുന്നത്. എന്തെന്നാൽ 2 ദിവസം കഴിഞ്ഞ് ജീവനില്ലാത്തൊരു കുഞ്ഞിനെ ആയിരിക്കുമല്ലോ അവള് പ്രസവിക്കാൻ പോകുന്നത്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നത് നിന്റെ അനിയത്തി പ്രസവിക്കില്ലെന്നായിരുന്നു. പക്ഷേ കല്യാണ തിരക്കൊക്കെ വന്നപ്പോഴേ എന്നെ കൊണ്ടത് സാധിച്ചില്ല. അവള് പ്രസവിക്കില്ലെന്ന് പറഞ്ഞതിന് ഒരു തിരുത്തുണ്ട്. അവള് പ്രസവിക്കും, പക്ഷെ അത് ജീവനില്ലാത്ത കുഞ്ഞിനെ ആയിരിക്കും എന്ന് മാത്രം. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. നെല്ലിശ്ശേരിയിലെ അനന്തരാവകാശിയെ പോറ്റി വളർത്തേണ്ടതൊക്കെ ഈ അവന്തിക തന്നെയാ. അതുകൊണ്ട് അവന്തികയുടെ മാത്രമേ കുഞ്ഞ് ഈ ലോകം കാണൂ. എല്ലാം കൊണ്ടും തകർന്ന് നിന്റെ അനിയത്തി ഇരിക്കുമ്പോഴേ അങ്ങോട്ടേക്ക് ഞാൻ വരുന്നുണ്ട് അവളെ കുത്തി നോവിക്കാനായിട്ട്. അത്രയും പറഞ്ഞ് അവന്തിക പോകാനൊരുങ്ങുമ്പോ അർച്ചന പറയുകയാണ്, ഒന്ന് നിന്നെ. നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ ഒന്നും തന്നെ നടക്കാനേ പോകുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ അവന്തികയ്ക്ക് 2 ദിവസം മാത്രമേ ആയുസ് ഉണ്ടാകൂ. ഒന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ സ്വയം ചാകുമെന്ന് അർച്ചന പറയുമ്പോ രണ്ടാമത് പറഞ്ഞ കാര്യം മാത്രമേ നടക്കൂ എന്ന് അവന്തിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക സിസ്റ്റർ നിത്യയെ വിളിക്കുന്നതാണ്. സുഷമ എല്ലാം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും നാളെ ആ കുട്ടിയുടെ ഡെലിവറി ആണെന്നും നോർമൽ ആയിരിക്കുമെന്ന ഡോക്ടർ പറഞ്ഞതെന്നും നിത്യ പറയുന്നു. നാളെ അവൾ പ്രസവിക്കണം, പക്ഷേ ജീവനില്ലാത്ത കുഞ്ഞിനെ ആയിരിക്കണം പ്രസവിക്കേണ്ടത്. ഞാൻ എന്താണെങ്കിലും ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അവന്തിക കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നാളെ ആതിരയുടെ ഡെലിവറി അല്ലേ, അനൂപിന് വയ്യാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിനും നീ തന്നെ മുന്നിലുണ്ടാകണമെന്ന് സേതു സച്ചിയോട് പറയുന്നു. നാളെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കെന്താണെങ്കിലും ഒന്ന് ക്ഷേത്രം വരെ പോകണം. അതേസമയം സച്ചിക്ക് ഒരു കോള് വരികയാണ്. സച്ചി പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നു. അതേസമയം എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് അവന്തിക. അങ്ങനെ സച്ചിയുടെ പിന്നാലെ പോകാൻ ഒരുങ്ങുമ്പോ സേതു പറയുകയാണ്, മക്കളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതച്ചാ ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട്, ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്നാ സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ പെട്ടെന്ന് തന്നെ തുടങ്ങാനും നിങ്ങളുടെ കുഞ്ഞിനെ കാണാനാ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമെന്നും സേതു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്ന അവന്തികയാണ്. അവന്തിക നിത്യയെ കണ്ടതിന് ശേഷം ഒരു മരുന്ന് കൊടുക്കുകയാണ്. നാളെ രാവിലെ ആതിരയുടെ ഡെലിവറിക്ക് മുമ്പ് ഈ മരുന്ന് അവൾക്ക് ഇഞ്ചെക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ആ മരുന്ന് ഏൽപ്പിക്കുമ്പോൾ അത് നോക്കി നിൽക്കുകയാണ് നിത്യ. അതേസമയം ആ വഴി കമലയും മാഷും കൂടി വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.